ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. എങ്ങനെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാം? ചില ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ താല്പര്യമാണ് അവരുടെ അടുത്ത് സംസാരിക്കാൻ. സോ അതെന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവ് എനർജി അത് നമ്മളിലേക്ക് വരും. അവരെ ഏതൊരു കാര്യമായാലും വളരെ പോസിറ്റീവായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്. സോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് അതുകൊണ്ടായിരിക്കാം നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അവരായിട്ട് സംസാരിക്കാൻ. നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ തോട്ട്സിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ അല്ലെങ്കിൽ അതെങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് അതൊരു പോസിറ്റീവ് ചിന്തയാണോ അതോ നെഗറ്റീവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ ഒരു കാര്യം, അതായത് നെഗറ്റിവിറ്റി നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യുക. ആ നെഗറ്റീവായിട്ടുള്ള കാര്യം അതൊന്ന് പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിന്നെ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾ ദിവസവും ചെയ്യുക. അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം കൂടി ആയിരിക്കണം. ചില ആളുകൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ബുക്സ് വായിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ദിവസവും ചെയ്യുക. ഇത് നിങ്ങളിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി കൂട്ടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുപോലെ തന്നെ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കുറിച്ചുള്ള അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസൊക്കെ വായിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ബുക്സും ഇന്ന് കിട്ടാനുണ്ട്. സോ അങ്ങനെ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നിങ്ങളെ എൻകറേജ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഓരോ കോട്ട്സ്, ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ഇതൊക്കെ വായിക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. വിഷ്വലൈസ് യുവർ ലൈഫ്, അതാണ് മറ്റൊരു കാര്യം. നിങ്ങളുടെ ലൈഫിൽ നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ആ സമയത്ത് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമേജാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാത്ത പോലെയൊക്കെയാണ് കാണുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുവരിക. നിങ്ങൾ നടന്നു കാണാൻ, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇടപഴകാതിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പുതിയ എന്തെങ്കിലും തോട്ട്സോ എന്തെങ്കിലുമൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ടൈമിൽ, അവരായിട്ട് പറയുന്ന ടൈമിൽ അവർ ചിലപ്പോൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്തെങ്കിലും പറയുക. നിനക്ക് അതിനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ രീതിയിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഉള്ള പോസിറ്റിവിറ്റിയും കൂടെ അവിടെ ഇല്ലാതാകും. സോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളിലുള്ള പോസിറ്റിവിറ്റി പോയി അവരിലുള്ള ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു ഇടപഴകൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ട്രൈ ടു ഫൈൻഡ് സംതിങ് ഗുഡ് ഇൻ എവറിത്തിങ്. നിങ്ങൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഒരു ബാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അതിലുള്ള ആ ഒരു നല്ല കാര്യങ്ങൾ അത് കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഇതെല്ലാവർക്കും പറ്റിക്കൊള്ളണം എന്നുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും പറ്റണം എന്നുള്ളൊരു കാര്യമല്ല. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്തു വരും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിക്കുന്നതിന് പകരം അതൊരു പുതിയതായിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. സോ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പുതിയതായിട്ട് വീണ്ടും അത് ചെയ്തു തുടങ്ങാനുള്ള, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള, ബെറ്റർ ആക്കാനുള്ള ഓരോ അവസരങ്ങളാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങുക. നമ്മുടെ ലൈഫ് അത് മാക്സിമം എൻജോയ് ചെയ്ത് ഹാപ്പിയായി ജീവിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഈ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോവുക. അതിനായിട്ട് നമുക്ക് നമ്മളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസ്, അങ്ങനെയുള്ള മൂവീസ് ഒക്കെ കാണാൻ ശ്രമിക്കാം. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ.